തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശി പ്രിയംവതിയുടേത് കൊലപാതകം. കസ്റ്റഡിയിലുള്ള അയൽവാസി വിനോദ് കുറ്റസമ്മതം നടത്തി. വീടിന്റെ പിന്നിൽ മൃതദേഹം കുഴിച്ചിട്ടതായി വിനോദ്. പ്രതിയുടെ കുഞ്ഞിയുടെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഏത് സാഹചര്യമാണ് ഈ ഒരു അരുംകൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി പോലീസിന്റെ ഒരു വിലയിരുത്തൽ? ഒപ്പം മറ്റു വിവരങ്ങളും. KP ഇപ്പോൾ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ചന്ദ്രദാസും അതുപോലെ തന്നെ ഈ കൊല നടത്തിയെന്ന് പറയുന്ന വിനോദും ഈ തെളിവെടുപ്പിനായി ഇവിടെ എത്തിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് വിനോദ് പറയുന്നത് താനും ഈ ഒരു മരിച്ച യുവതി ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരിലാണ് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഈ വാക്കുതർക്കത്തിനൊടുവിലാണ് ഈ ഒരു കൊലപാതകം നടന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രിയംവദ ഒറ്റയ്ക്കായിരുന്നു. ഈ വിനോദ് 2 ദിവസം മുൻപ് വിനോദും 12-ാം തീയതിയാണ്, ഈ മാസം 12-ാം തീയതിയാണ് ഈ ഒരു പ്രിയംവദയെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഈ പരാതിയിൽ പോലീസിനോടൊപ്പം തന്നെ വിനോദും വിനോദിൻ്റെ സഹോദരനും ചേർന്ന് പ്രവർത്തിച്ച് എവിടെയാണെന്നുള്ള അന്വേഷണത്തിലൊക്കെ ഈ പോലീസിന് ഒപ്പമുണ്ടായിരുന്നു. ഈ ഒരു പ്രിയംവദയുടെ ഫോൺ എവിടെ വെച്ചാണ് ഓഫായത്, അല്ലെങ്കിൽ ആ ഒരു ടവർ ലൊക്കേഷൻ ഒന്നും തന്നെ നോക്കാനുള്ളൊരു ഒന്നും തന്നെ പോലീസ് എവിടെയാണെന്നുള്ളൊരു തീരുമാനമൊന്നും അതിന് പോലീസ് എടുത്തു. ഒരു സ്വന്തം വീട്ടിൽ കൊന്നത് അയൽക്കാരനായ വിനോദാണ്. ഈ ഒരു പ്രിയംവദയുടെ തൊട്ടടുത്ത വീടിനാണ് ഈ വിനോദിൻ്റെ വീട്. 2 പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ പതിവ് പോലെ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയ പ്രിയംവദ തിരികെ എത്തിയില്ല. ശേഷം ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഈ നടത്തിയ തിരച്ചിലിലും വിനോദും മറ്റുള്ളവരും ഒപ്പമുണ്ടായിരുന്നു. ഈ വിനോദിൻ്റെ ഭാര്യ വിദേശത്താണ്. വിനോദിൻ്റെ 2 പെൺമക്കളാണുള്ളത്. ഭാര്യയുടെ അമ്മയോടൊപ്പമാണ് ഈ പെൺമക്കൾ താമസിച്ചിരുന്നത്. വീടിൻ്റെ മക്കൾ ഈ കണ്ടത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുത്തശ്ശി ഇന്ന് രാവിലെ പള്ളിയിൽ പോകുന്ന വഴിക്ക് പള്ളിയിൽ അച്ഛനോട് കാര്യം പറയുകയുണ്ടായിരുന്നു. ഈ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കടം വാങ്ങിയിരുന്നു. ഇയാൾ പ്രിയംവദ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഈ കടം ചോദിച്ച് പ്രിയംവദ കഴിഞ്ഞ ദിവസം വിനോദിനെ സമീപിച്ചിരുന്നു. അങ്ങനെ ഒരു തർക്കമുണ്ടായി. ഇവർ തമ്മിലുള്ള തർക്കത്തിൽ വിനോദ് പ്രിയംവദയെ അടിക്കുകയുണ്ടായി. അടിച്ച് ബോധക്ഷയായ പ്രിയംവദ പിന്നീട് പ്രിയംവദയെ ഇയാൾ മുറിയിൽ കൊണ്ടുപോവുകയും കട്ടിലിൽ കിടത്തുകയും ചെയ്തു. ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുംകൊലയിൽ പ്രതിയുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.